കൊടിക്കുന്നില്ലേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷങ്ങൾ പിന്നാലെ. ആലപ്പുഴ ജില്ലയിൽ UDF-ന് തിളക്കമാർന്ന വിജയം. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് 32,737 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തുടക്കത്തിൽ LDF സ്ഥാനാർത്ഥി ചെങ്ങറ സുരേന്ദ്രനായിരുന്നു മണ്ഡലത്തിൽ ലീഡെങ്കിൽ 50% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ലീഡിംഗ് നിലയിൽ വ്യത്യാസം വന്നു. തുടർന്നങ്ങോട്ട് വോട്ടെണ്ണൽ പൂർത്തീകരിക്കും വരെ കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായി കാറ്റുവീശി. 4,04,432 വോട്ടുകളാണ് കൊടിക്കുന്നിലിന് ലഭിച്ചത്. ചെങ്ങറ സുരേന്ദ്രന് 3,69,695 വോട്ടുകൾ ലഭിച്ചു. 9,459 വോട്ടുകൾ നേടി പ്രതിഷേധ വോട്ടായ നോട്ടയും കന്നി അംഗത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിലെ താരമായി. മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായ രണ്ടാം തവണയും പാർലമെന്റ് അംഗമായതിന്റെ സന്തോഷത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ്. മന്ത്രിയായും MP-ആയും മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് തന്റെ വിജയമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. തിളക്കമാർന്ന വിജയം ഈ പ്രാവശ്യവും കരസ്ഥമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അഭിമാനകരമായ വിജയമാണ് ഇത്തവണ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിലയിൽ നേടാൻ കഴിഞ്ഞത്. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച മാവേലിക്കരയിലെ പ്രബുദ്ധരായ സംവിധായകരെ ഞാൻ ഈ അവസ്ഥ അഭിവാദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും നിയോജകമണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ഒട്ടേറെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നുണപ്രചരണങ്ങളും വ്യക്തിഗതയും സ്വഭാവഗതയും ദുഷ്പ്രചരണങ്ങളും നടത്തിയിട്ട് പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കാൻ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞത് വലിയൊരു നേട്ടം തന്നെയാണ്. പ്രതികൂല സാഹചര്യം ഒട്ടനവധി ഉണ്ടായിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ ദുഷ്പ്രചരണങ്ങളും വ്യക്തിഹത്യയും അതിജീവിച്ച് നേടിയ വിജയം വലിയ നേട്ടമായി കാണുന്നുവെന്നും കൊടിക്കുന്നിൽ അഭിപ്രായപ്പെട്ടു. കൊട്ടും കുരവയുമായി കൊടിക്കുന്നിലിന്റെ വിജയം പ്രവർത്തകർ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ആരവങ്ങൾ മുഴക്കി പ്രവർത്തകർ ആഹ്ലാദ നൃത്തം വെച്ചു. നഗരവീഥികളിൽ പ്രകടനങ്ങൾ നടത്തിയ പ്രവർത്തകർ വിജയസാരഥിക്ക് വൻ സ്വീകരണമാണ് നൽകിയത്.